ഓം നമോ നാരായണായ. രാമനാട്ടുകര ഇടുമുഴിക്കൽ ദേശങ്ങളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാണ് വൈകുണ്ഠം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. 3000 വർഷത്തിലധികം പഴക്കമുള്ളതും ഈ ദേശത്തെ കാത്തു രക്ഷിക്കുന്നതുമായ ശ്രീ ലക്ഷ്മീനാരായണമൂർത്തിയാണ് ഇവിടെ പരിലസിക്കുന്നത്. പാലക്കൽ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിൻ്റെയും ഇടുമുഴിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെയും മധ്യഭാഗത്തായി വൈകുണ്ഠാപുരിയിലാണ് വൈകുണ്ഠനാഥൻ പരിലസിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ സ്ഥലം വൈകുണ്ഠം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഉപാസകരായ ബ്രാഹ്മണ കുടുംബം അന്യം നിന്ന് പോരുകയും പിന്നീട് ദേവലകന്മാരായി അഥവാ ഊരാൺമക്കാരായി ഇടമന ഇല്ലത്തെ ഏൽപ്പിക്കുകയും ആ ഇടമന ഇല്ലം ഇന്നു കാണുന്ന നീലമന ഇല്ലത്തെ ഈ ക്ഷേത്രം ഏൽപ്പിച്ചു എന്നുള്ളതും ചരിത്രവസ്തുത. ക്ഷേത്ര പ്രതിഷ്ഠാ സങ്കല്പം. അസുരചക്രവർത്തിയായ ഹിരണ്യകശിപു തൻ്റെ പുത്രനും ഭക്തോത്തമനുമായ പ്രഹ്ലാദനെ വധിക്കുവാനായി ഓങ്ങുന്നതും ആ പ്രഹ്ലാദരക്ഷകനായ ഭഗവാൻ വൈകുണ്ഠപുരിയിൽ നിന്ന് ലക്ഷ്മീ സമേതനായി ഇരിക്കുന്നതും പക്ഷേ നരസിംഹഭാവത്തോടുകൂടി മനോഭാവത്തിലിരിക്കുന്നതുമായ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ സങ്കല്പിച്ചിരിക്കുന്നത്. 3 നൂറ്റാണ്ടിലധികമായി നീലമന ഇല്ല ഈ ക്ഷേത്രത്തിൽ നിത്യപൂജാനിദാനമായി പരിപാലിച്ചു പോരും. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ നാഴികക്കല്ലായി മാറിയത് 2012 ഒക്ടോബർ മാസത്തിൽ നടന്ന സ്വർണ്ണപ്രശ്ന ചിന്തയാണ്. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, ഈശ്വരൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന സ്വർണ്ണപ്രശ്ന ചിന്തയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീലകം മുതൽ ഇതുവരെയുള്ള എല്ലാ നവീകരണ പ്രവർത്തനങ്ങളുടെയും ആദ്യ ഘട്ടം എന്ന് തന്നെ പറയേണ്ടതാണ്. സ്വർണ്ണപ്രശ്ന ചിന്തയിൽ നിശ്ചയിച്ച പ്രകാരം 2012 ഡിസംബർ മാസത്തിൽ തന്നെ വടക്കേക്കര ജനാള പരിഗമനമാദ്യൻ ഈശ്വരൻ നമ്പൂതിരിയുടെ ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രശ്ന പരിഹാരാദി ശുദ്ധിക്രിയകളും ദ്രവ്യകലശങ്ങളും നടന്നു. പിന്നീട് ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണം അതിമനോഹരമായി കർണാടകയിലെ ഉടുപ്പി കർക്കള ദേശത്തു നിന്നും രമേശ് ശില്പിയുടെ നേതൃത്വത്തിൽ തറപ്പണി, വേദിക വരെയുള്ള പണികൾ ഗ്രാനൈറ്റ് കരിങ്കൽ രൂപത്തിൽ വളരെ ഭംഗിയായി നിർവഹിക്കുകയും പിന്നീട് കണ്ണൂർ ദേശത്തെ തളിപ്പറമ്പ് ഭാഗത്തു നിന്നും കൊണ്ടുവന്ന ചെങ്കല്ലുകൊണ്ട് ശ്രീലകത്തിൻ്റെ ചുമർ പണി നിർവഹിക്കുകയും ചെയ്തു. ഈ കർമ്മങ്ങൾ നിർവഹിച്ചത് ലോകേഷ് ശില്പിയായിരുന്നു. പിന്നീട് ബാലകൃഷ്ണൻ ആശാരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മേൽക്കൂര തേക്ക് പലകൾ കൊണ്ട് പൊതിഞ്ഞ് അതിന് മുകളിൽ തളിപ്പറമ്പ് ദേശത്തു നിന്നും വന്ന രാജൻ ആശാരിയുടെ നേതൃത്വത്തിൽ ചെമ്പോല പൊതിഞ്ഞ് താഴേക്കുട സമർപ്പണം വരെ നടക്കുകയും അതോടനുബന്ധിച്ച് ദ്രവ്യകലശാദി ശുദ്ധിക്രിയകൾ നടക്കുകയുണ്ടായി. പിന്നീട് ക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപം മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചു. പിന്നീട് ക്ഷേത്ര ചുറ്റമ്പല നിർമ്മാണം കണ്ണൂർ ദേശത്തെ ശ്രീ ഷാബി അവരുടെ നേതൃത്വത്തിൽ ട്രസ് വർക്ക് ചെയ്ത് സംരക്ഷിച്ചു. ക്ഷേത്ര മുറ്റം കൃഷ്ണശില പാകി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനായി മണ്ണിട്ട് നികത്തി ക്ഷേത്ര അതിർ കണ്ടെത്തുകയും വേഴാപ്പറമ്പ് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര കണക്കുകൾ നിജപ്പെടുത്തി ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ച് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള പടി നിർമ്മാണവും പൂർത്തിയായിരിക്കുകയാണ്. പൂർവികർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഈ മഹാപുണ്യസങ്കേതത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ കലശാദികളും ഇന്ന് കാണുന്ന തലമുറയ്ക്കെങ്കിലും സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷത്തിൽ സെപ്റ്റംബർ 16, 17, 18 ചിങ്ങം 30 കന്നി 1, 2 എന്നീ തീയതികളിലായി ക്ഷേത്രത്തിൽ ദ്രവ്യകലശാദി
ശുദ്ധ്യാദിക്രിയകളും ക്ഷേത്ര ചരിത്രത്തിൽ തന്നെ ഇതുവരെ നടക്കാത്തതും ഗുരുവായൂർ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നീ മഹാക്ഷേത്രങ്ങളിൽ നടക്കുന്നതുമായ മുഖജപവും വാരമിരിക്കൽ എന്നീ അതിവിശിഷ്ടമായ 2 ചടങ്ങുകൾക്ക് കൂടി ഈ പുണ്യസങ്കേതം ഈ പുണ്യദിനങ്ങളിൽ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ മഹാസംരംഭത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നീ രീതിയിൽ ചെറിയ ചെറിയ സംഭാവനകൾ നൽകി സഹകരിക്കാവുന്നതാണ്. ഈ ദേശത്തെ കാത്തു സംരക്ഷിക്കുന്ന ഈ ദേശനാഥനെ പുനരുദ്ധരിക്കാൻ എല്ലാവരും പങ്കാളികളാവുക. വേദോഖിലോ ധർമ്മമൂലം എന്ന ധർമ്മ പ്രമാണപ്രകാരം യജുർവേദ പാരായണം ഭഗവാനെ ശ്രവിക്കുന്നതോടൊപ്പം ആ വേദമന്ത്രധ്വനിയാൽ ഈ ദേശം മുഴുവൻ പരിപാവനമാവട്ടെ. അതിന് നമ്മുടെ ദേശവാസികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഈ സംരംഭത്തിലേക്ക് അകമഴിഞ്ഞ തനു മന ധന ആത്മസമർപ്പണത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിവിശിഷ്ടമായി നടക്കുന്ന ദ്രവ്യ കലശാദി ക്രിയകളോട് അനുബന്ധിച്ച് മഹാഗണപതി ഹോമം, സർപ്പബലി, മഹാസുദർശന ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, സുകൃതഹോമം, മഹാഭഗവതി സേവ തുടങ്ങി സർപ്പബലി തുടങ്ങി അനേക പൂജാ ഹോമ വിധാനങ്ങളും അതിവിശിഷ്ടമായ പുഷ്പഫല നവരത്നാദി ദ്രവ്യങ്ങളാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ദ്രവ്യ കലശാദി ക്രിയകളും അതിലുപരിയായി യജുർവേദ മന്ത്രധ്വനിയാൽ പൂരിതമായ ഘൃതം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന മുഖജപ എന്ന അതിവിശിഷ്ടമായ ചടങ്ങിലേക്കും സഹർഷം ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹരേ ലക്ഷ്മീ നാരായണ ശരണം.